ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററിലെ പാർട്ട് 4 ആണ്. പാർട്ട് 1ഉം 2ഉം 3ഉം എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് പോയി കാണണം. കണ്ടതിന് ശേഷം മാത്രമേ എൻ്റെ പാർട്ട് 4 വീഡിയോ കാണാവൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഇന്നിനി പഠിക്കാൻ പോകുന്നത് അബ്സോർപ്ഷൻ ബിഗിനിങ് ആണ്. അബ്സോർപ്ഷൻ ആരംഭിക്കുകയാണ്. ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അബ്സോർപ്ഷൻ സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ച് ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് അബ്സോർപ്ഷൻ ബിഗിനിങ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത്. വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. ആദ്യം ഞാനൊരു ആനിമേഷൻ വീഡിയോ കാണിക്കാം. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ച ആനിമേഷൻ വീഡിയോ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്ലൈകളെ കുറിച്ചാണ്. വില്ലൈ ആർ സ്മാൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സീൻ ഇൻ ദ വാൾ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലൈ അല്ലെങ്കിൽ വില്ലസുകൾ. തൊട്ട് മുകളിലായി 3 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. ആദ്യത്തെ ചിത്രത്തിൽ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതിൻ്റെ വാളിൽ കാണപ്പെടുന്നതാണ് വില്ലൈകൾ. മൂന്നാമത്തെ ചിത്രത്തിൽ വളരെ മനോഹരമായ കളറുകളൊക്കെ കൊടുത്ത് വില്ലൈസിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. വലിയ അളവിലുള്ള വില്ലികൾ ആന്തരിക കുടൽ മതിലിന് വെൽവെറ്റ് രൂപം നൽകുന്നു. അടുത്തതായി വില്ലസിൻ്റെ മറ്റു പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ദീസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ദ ന്യൂട്രിയൻസ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വിത്തിൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ കടന്നു പോകാം. ഞാൻ വെറുതെ ഒരു മാർബിൾ കഷ്ണം എടുത്ത് എന്നിട്ട് അതിനെ നന്നായി പൊടിച്ചു. ഏതിനായിരിക്കും സർഫസ് ഏരിയ കൂടുതൽ അല്ലെങ്കിൽ പ്രതല വിസ്തീർണം കൂടുതൽ? പൊടിച്ച മാർബിൾ കഷ്ണങ്ങൾക്കായിരിക്കും അല്ലേ? കാരണം എന്താണ്? These increase the surface area of the absorption of nutrients to the great extent within the small intestine. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞ മാർബിൾ കഷ്ണത്തിൻ്റെ. വില്ലസിൻ്റെ മറ്റൊരു പ്രത്യേകതയ്ക്ക് നമുക്ക് പോകാം. വില്ലൈ ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. They also contain blood capillaries and lacteal. The lumpy capillaries, water soluble, simple nutrient are absorbed into the blood. ഒറ്റനിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് വില്ലസുകൾ. രക്തലോമികളും ലംഫി ലോകങ്ങളായ ലാക്റ്റയിലും കാണപ്പെടുന്നു. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻ ആൻഡ് 90% ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ത്രൂ വില്ലൈ. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസുകളിലൂടെയാണ്. ഇനി നമുക്ക് ആ വില്ലസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അവിടെ ഒരു ചുമപ്പ് ട്യൂബും ബ്ലൂ ട്യൂബുമായി കാണിക്കുന്നതാണ് ബ്ലഡ് കാപ്പിലറീസ്. ഗ്ലൂക്കോസ്, ഫ്രൂക്ടോസ്, ഗാൽട്ടോസ് ആൻഡ് അമിനോ ആസിഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡുകളും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതാണ് ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഫംഗ്ഷൻ. അടുത്തതായി മധ്യത്തെ ഒരു ഓറഞ്ച് ട്യൂബ് കാണാമല്ലോ, അതാണ് ലാക്റ്റെയിൽ. Fatty acid and glycerol are absorbed into the lumpy of lactate. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റേറ്റുകളെയും ലംബിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതാണ് ലാക്റ്റെയിലിൻ്റെ ഫംഗ്ഷൻ. നമുക്ക് ആ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ആർ വില്ലൈ? വില്ലൈസ് ആർ സ്മാൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദ വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വില്ലൈ? റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ്. ഉത്തരമായി വരുന്നത്, വില്ലൈ ഇൻക്രീസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വിത്തിൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ദേ ആൾസോ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ്, ലാക്റ്റേസ്, ദ ലംബി കാപ്പിലറീസ്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് 90% ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ വില്ലൈ. ഇനി കുറച്ച് 1 വേർഡ് ചോദ്യങ്ങളിലേക്ക് പോകാം. Fatty acid and glycerol are absorbed into the dash of villus, lacteal. Dash are small finger-like projections seen to the wall of intestine, villi. Dash are lumpy capillaries, lacteal. Villi are covered with dash, single layer of cell. ഇത്രയും ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ.
അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഹൈൻഡ് അബ്സോർപ്ഷൻ, ആഗിരണത്തിന് പിന്നിൽ. ഇവിടെ അബ്സോർപ്ഷനെ രണ്ടായി തിരിക്കുന്നു: എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റും എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്. എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റിൽ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Absorption of simple nutrient from the small intestine take place along and against the concentration gradient. ഗാഢതക്രമത്തിനനുസരിച്ചും ഗാഢതക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുകയും ചെയ്യുന്നു. Simple diffusion, facilitated diffusion and osmosis are movement of molecule from a region of higher concentration into a region of lower concentration. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ആസ് ദീസ് പ്രോസസ് ടേക്ക് പ്ലേസ് എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്, എനർജി ഈസ് നോട്ട് റിക്വയർഡ്. ഗാഢതക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്ക് ഊർജം ഒട്ടും ആവശ്യമില്ല. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. The movement of molecules from a higher concentration to lower concentrated region. This is called simple diffusion. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. തൊട്ട് താഴെ തന്നെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ഒരു ചിത്രം കണ്ടില്ലേ? നിങ്ങൾ നിരീക്ഷിക്കുമല്ലോ. ചിത്രം കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. The absorption of fatty acid and glycerol to lacteals take place by simple diffusion. നമ്മുടെ ലാക്റ്റയിലുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. സിമ്പിൾ ഡിഫ്യൂഷന് ഒരു ഉദാഹരണമാണ് ദ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ലാക്ടേസ്. The diffusion of some molecule take place with the help of protein molecule present in the cell membranes. This is facilitated diffusion. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശതരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് ഒരു എക്സാമ്പിൾ നോക്കാം. ദ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാൽട്ടോസ് ആൻഡ് സം അമിനോ ആസിഡ്സ് ഇൻ ടു ദ ബ്ലഡ് കാപ്പിലറീസ് ടേക്ക് പ്ലേസ് ബൈ ദിസ് പ്രോസസ്. എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാൽട്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ്. അടുത്തതായി ഓസ്മോസിസ് ആണ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ബൈ ഓസ്മോസിസ്. Osmosis is the movement of water molecule from a region of higher concentration into a region of lower concentration through a semi-permeable membranes. എന്ന് പറഞ്ഞാൽ ഓസ്മോസിസിലൂടെയാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗാഢത കൂടിയ ഭാഗത്തു നിന്നുമാണ് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു സെമി പെർമബിൾ മെമ്പറൈൻസ് വഴി ആണ് ഓസ്മോസിസ്. Through this happen along the concentration gradient. This is applicable only to water molecule. ഇത് ഗാഢതക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമാണ്. അടുത്തതായി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. മോളിക്യൂൾ ആർ അബ്സോർബ്ഡ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ഇൻടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ by utilizing energy and with the help of carrier protein. This process is called active transport. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ നമ്മളുടെ എനർജി യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സാൾട്ട്. ഗ്ലൂക്കോസും സാൾട്ടും അബ്സോർപ്ഷനാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഉദാഹരണങ്ങൾ. അടുത്തതായി നമുക്ക് ടേബിളിൽ പഠിച്ചതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസ് നോക്കാം. ആദ്യമായി സിമ്പിൾ ഡിഫ്യൂഷൻ. ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ഈസ് കാൾഡ് ഡിഫ്യൂഷൻ. ദ പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ കോൺസെൻട്രേഷൻ ഓൺ ബോത്ത് സൈഡ് ബിക്കെയിം ഈക്വൽ. എക്സാമ്പിൾ: ദ പ്രോസസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇൻ ടു ദ ലാക്റ്റേൽ. അടുത്തതായി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Diffusion of certain molecule with the help of protein molecule in the cell membranes is called facilitated diffusion. അടുത്തതായി എൻ്റെ എക്സാമ്പിൾ നോക്കാം.
The absorption of glucose, fructose, galactose and some amino acid into the blood capillaries take place in the process. അടുത്തതായി ഓസ്മോസിസ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ബൈ ഓസ്മോസിസ്. ഓസ്മോസിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമബിൾ മെമ്പറൻസ്. അവസാനമായി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Molecules are absorbed from a region of lower concentration into a region of higher concentration by utilizing energy and with the help of carrier protein. This protein is called active transport. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സാൾട്ട്. ഈ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ എൻ്റെ വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.